അറിയാമേ ഒരു കാര്യം കൂടെ എഴുതാനുണ്ട്, അതുകൂടെ എഴുതി. സൈക്ലിക് ഹൈഡ്രോകാർബൺസ്, സൈക്ലിക് ഹൈഡ്രോകാർബൺസ് എന്ന് ഒരു ഹെഡിങ് എഴുതി. സൈക്ലിക് ഹൈഡ്രോകാർബൺസ്. ഈ സൈക്ലിക് ഹൈഡ്രോകാർബൺസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സൈക്ലിക് ഹൈഡ്രോകാർബൺസും ഉണ്ട്, അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള സൈക്ലിക് ഹൈഡ്രോകാർബൺസും ഉണ്ട്. സ്കൂളിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊന്നും പഠിപ്പിക്കുന്നില്ല. ഈ സൈക്ലിക് ഹൈഡ്രോകാർബൺസിനെ പറ്റിയേ പഠിപ്പിക്കില്ല. ഞാനങ്ങ് തന്നതാണ്, പക്ഷെ പരീക്ഷയ്ക്ക് ഇത് ചോദിക്കും. അപ്പം എന്താണെന്നൊന്നും ചോദിക്കത്തില്ല, പക്ഷെ അതിന്റെ സ്ട്രക്ചറുകൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. സൈക്ലിക് ഹൈഡ്രോകാർബൺസ് എന്ന് പറയുമ്പോൾ അത് രണ്ട് ടൈപ്പ് ഉണ്ട്. അത് സാച്ചുറേറ്റഡ് സൈക്ലിക് ഹൈഡ്രോകാർബൺസ് എന്നും അതേപോലെ തന്നെ അൺസാച്ചുറേറ്റഡ് സൈക്ലിക് ഹൈഡ്രോകാർബൺ എന്നും പറയും. അതായത് നമ്മൾ സൈക്ലിക് ഹൈഡ്രോകാർബൺ, അതായത് വട്ടത്തിലുള്ള ഓർഗാനിക് കെമിസ്ട്രിയിലെ അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട്സിലെ ആൾക്കാരെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരാണ് സൈക്ലിക്കിനെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സാച്ചുറേറ്റഡ് സൈക്ലിക് ഹൈഡ്രോകാർബണും അൺസാച്ചുറേറ്റഡ്, അതായത് സിംഗിൾ ബോണ്ടഡ് ഉള്ള സൈക്ലിക് കോമ്പൗണ്ടും ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള സൈക്ലിക് കോമ്പൗണ്ടുകളെ പറ്റിയാണ് പറയുന്നത്. അൺസാച്ചുറേറ്റഡ് സൈക്ലിക് ഹൈഡ്രോകാർബൺസ്. ഓക്കെ, എന്നിട്ട് സാച്ചുറേറ്റഡ് സൈക്ലിക് കാർബൺസ് എന്ന് ഒരു ഹെഡിങ് കൊടുക്കുക. നോക്കിക്കോണം. സാച്ചുറേറ്റഡ് സൈക്ലിക് ഹൈഡ്രോകാർബൺ എന്നൊരു ഹെഡിങ് കൊടുക്കുക. സാച്ചുറേറ്റഡ് സൈക്ലിക് ഹൈഡ്രോകാർബൺ എന്നൊരു ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് സൈക്ലോപ്രോപ്പൈൻ അതിനൊരു എക്സാമ്പിൾ ആണ്. സൈക്ലോപ്രോപ്പൈൻ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സൈക്ലിക് ഹൈഡ്രോകാർബണിന്റെ ഫസ്റ്റ് മെമ്പർ എന്ന് പറയുമ്പോൾ സൈക്ലോപ്രോപ്പൈനാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നോക്കിയോ, 3 കാർബൺ ഉണ്ടെങ്കിലല്ലേ വട്ടത്തിൽ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ മിനിമം. അപ്പൊ നോക്കിയോ, 3 കാർബൺ ഇങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ, 3 കാർബൺ ഇങ്ങനെ വരയ്ക്കുന്നു. അതിനെല്ലാം, അതായത് സൈക്ലിക് സാച്ചുറേറ്റഡ് ആണ്. സാച്ചുറേറ്റഡ് മീൻസ് കാർബണിന്റെയും കാർബണിന്റെ ഇടയ്ക്ക് സിംഗിൾ ബോണ്ടേ വരാവൂ. അപ്പം കാർബണിന്റെയും കാർബണിന്റെ ഇടയ്ക്ക് സിംഗിൾ ബോണ്ട് വരച്ചു. ഓക്കെ, ഇനി നമുക്കറിയാം ഒരു കാർബണിന് ചുറ്റിനും 4 ബോണ്ട് വരണം. അപ്പം ഈ കാർബണിന് ചുറ്റിനും ഇപ്പം 1, 2 വന്നു, ഇനി 2 കൂടെ വരണം. അത് ആര് സാറ്റിസ്ഫൈ ചെയ്യും? അത് ഹൈഡ്രജൻ സാറ്റിസ്ഫൈ ചെയ്യും. കണ്ടോ? അടുത്തത് ഇപ്പം ഈ കാർബൺ എടുക്കുവാണെങ്കിൽ ഈ കാർബണിന് ചുറ്റിനും ഈ ബോണ്ടും ഉണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി ബാക്കി 2 വരുമ്പോഴത്തേണ്ട എച്ച് ഇവിടെ വരും. ഇനിയും അടുത്തത് ഈ കാർബൺ എന്താണ് എടുക്കുന്നു, ആ കാർബണിന് ചുറ്റിനും ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ അത് ഇങ്ങനെ എച്ച്. ശരിക്കും ഇതിനെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കത്തുള്ളൂ. CH2 കണ്ടൻസ്ഡ് ആക്കി വരയ്ക്കും. ഇത് സ്ട്രക്ചർ ആണ്. കണ്ടൻസ്ഡ് ആക്കി വരയ്ക്കുമ്പോൾ CH2 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2 ഇത് തമ്മിൽ കണക്ട് ചെയ്യുക. കണ്ട, ഇങ്ങനെ ആക്കിയാണ് വരയ്ക്കുക. ഇത് രണ്ടും വരച്ചിട്ടേക്കണം. ഇവന്റെ പേര് സൈക്ലോപ്രോപ്പൈൻ. അതായത് ഇത് ഇവന്റെ സ്ട്രക്ചറൽ ഫോർമുലയാണ്. ഇത് അവന്റെ കണ്ടൻസ്ഡ് ഫോർമുലയാണ്. അതേപോലെ തന്നെ ഇത് അവന്റെ ബോണ്ട് ലൈൻ ഫോർമുല. ബോണ്ട് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ജസ്റ്റ് അതിനെപ്പറ്റി പഠിക്കണ്ട, ഞാൻ ജസ്റ്റ് ഇട്ടെന്നേ ഉള്ളൂ. ഒരു ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ സൈക്ലോപ്രോപ്പൈൻ ആയി. ഇത് അവന്റെ ബോണ്ട് ലൈൻ ഫോർമുല. ബോണ്ട് ലൈൻ ഫോർമുല പഠിക്കണ്ടേ? ഞാനങ്ങ് തന്നേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടാൽ മതി. സർ, സെക്കൻഡ് ഫോർമുലയുടെ പേരെന്താ? കണ്ടൻസ്ഡ് ഫോർമുല. ഓക്കെ, അപ്പം അടുത്തത് നോക്കിക്കോളൂ. സൈക്ലോബ്യൂട്ടൈൻ നമുക്കൊന്ന് വരച്ചു നോക്കിയാലോ. സൈക്ലോബ്യൂട്ടൈൻ ഇതും ഈ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സൈക്ലിക് കോമ്പൗണ്ടാണ്. സൈക്ലോബ്യൂട്ടൈൻ വരയ്ക്കുമ്പോൾ നിങ്ങൾ എന്ത് വരയ്ക്കണം?
ബ്യൂട്ടൻ എന്ന് പറയുമ്പോൾ 4 4 കാർബണെ ഇങ്ങനെ വട്ടത്തിൽ അങ്ങ് വരച്ചാൽ മതി. 4 കാർബണെ വട്ടത്തിൽ എന്ന് പറയുമ്പോൾ സർക്കിൾ ആയിട്ട് വരച്ചിരുന്നെങ്കിൽ ജസ്റ്റ് ഒരു വട്ടത്തിൽ വരണമെന്നുള്ളതേ ഉള്ളൂ. അപ്പം സാച്ചുറേറ്റഡ് ആയതുകൊണ്ട് ഇവർക്കെല്ലാം ഇടയിൽ എന്താ സിംഗിൾ ബോണ്ട് ആണ്. അപ്പം നമുക്കറിയാം ഇപ്പം ഈ കാർബണിന്റെ ചുറ്റിനും കണ്ടോ, ഈ കാർബണിന്റെ ചുറ്റിനും 2 ബോണ്ട് ഉണ്ട്. അപ്പൊ ഇനി എത്ര ഹൈഡ്രജൻ കൂടെ വരും? ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ കൂടെ വരുന്നു. 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 ഓക്കെ, അതേപോലെ തന്നെ ഇവന്റെ കണ്ടൻസ്ഡ് ഫോർമുല വരയ്ക്കാൻ പറഞ്ഞാൽ എന്ത് വരച്ചാൽ മതി? ഇത് അവന്റെ സ്ട്രക്ചറൽ ഫോർമുലയാണ്. സ്ട്രക്ചറൽ ഫോർമുലയാണ്. കണ്ടൻസ്ഡ് ഫോർമുല വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, CH2 ബോണ്ടഡ് വിത്ത് CH2 കണ്ടോ, ഇതിൽ CH2 അത് അങ്ങോട്ട് എഴുതി. പിന്നെ സിംഗിൾ ബോണ്ട് ഇതേലും CH2 ആണ്, അതും അങ്ങോട്ട് എഴുതി. പിന്നെ ഇത് CH2, ഇതും CH2 കണ്ടോ, ഇങ്ങനെ വരും. ബോണ്ട് ലൈൻ വരയ്ക്കാൻ പറഞ്ഞാൽ ജസ്റ്റ് ഒരു സ്ക്വയർ അങ്ങോട്ട് വരച്ച് വെച്ചാൽ മതി. ബോണ്ട് ലൈൻ ഒന്നും വരയ്ക്കാൻ ചോദിക്കത്തില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതായത് ഇത് കണ്ടൻസ്ഡ് ഫോർമുലയാണ്. അതേപോലെ തന്നെ ഇത് അതിന്റെ എന്ത് ഫോർമുലയാണ്? ഇത് അതിന്റെ ബോണ്ട് ലൈൻ ഫോർമുല. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനെ പറ്റിയാണ്? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൈക്ലിക് ഹൈഡ്രോ കാർബണിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സൈക്ലിക് ഹൈഡ്രോ കാർബൺ എന്ന് പറയുമ്പോൾ വട്ടത്തിൽ വരുന്ന എന്താണ് ഹൈഡ്രോ കാർബണെയാണ് നമ്മൾ നേരെയുള്ളതൊക്കെയാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരുന്നത്. അത് വട്ടത്തിലുള്ള ഹൈഡ്രോ കാർബണെയാണ് നമ്മളിപ്പോ പഠിച്ചു. ഈഥെയ്ൻ പഠിച്ചു, മീഥെയ്ൻ പഠിച്ചു, ഈഥീൻ പഠിച്ചു, എന്താണ് പ്രൊപ്പീൻ പഠിച്ചു, പ്രൊപ്പൈൻ പഠിച്ചു, ഡെക്കൈൻ പഠിച്ചു, ഡെക്കീൻ പഠിച്ചു. അപ്പൊ ഇതെല്ലാം പഠിച്ചപ്പോഴും നമ്മൾ നേരെയുള്ള കോമ്പൗണ്ടുകളെ പറ്റിയാണ് പഠിച്ചത്. അത് നേരെയുള്ള ഹൈഡ്രോ കാർബൺ മാത്രമല്ല, വട്ടത്തിലുള്ള ഹൈഡ്രോ കാർബണുകളും ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. വട്ടത്തിലുള്ള ഹൈഡ്രോ കാർബൺ നമുക്കറിയാം, നേരെയുള്ള ഹൈഡ്രോ കാർബൺസിനകത്ത് സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള കാർബൺ മാത്രമാണോ ഉണ്ടായിരുന്നത്? അല്ല, ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉണ്ട്. അതേപോലെ തന്നെ വട്ടത്തിലുള്ള ഹൈഡ്രോ കാർബണിനകത്തും സിംഗിൾ ബോണ്ടഡ് ആയിട്ടും ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സൈക്ലിക് ഹൈഡ്രോ കാർബണിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നു. സാച്ചുറേറ്റഡ് സൈക്ലിക് ഹൈഡ്രോ കാർബണും അൺസാച്ചുറേറ്റഡ് സൈക്ലിക് ഹൈഡ്രോ കാർബണും. സാച്ചുറേറ്റഡ് സൈക്ലിക് ഹൈഡ്രോ കാർബണിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ആദ്യം, അതായത് സിംഗിൾ ബോണ്ടുള്ള വട്ടത്തിലുള്ള കോമ്പൗണ്ട്. സിംഗിൾ ബോണ്ടുള്ള വട്ടത്തിലുള്ള ഒന്നാമത്തെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് സൈക്ലോപ്രൊപ്പൈൻ ആണ്. കാരണം വട്ടത്തിൽ കോമ്പൗണ്ട് വരാൻ മിനിമം 3 കാർബൺ എങ്കിലും വരണം. 2 എണ്ണം വന്നു കഴിഞ്ഞാൽ അതൊരു വട്ടമാകത്തില്ലല്ലോ, മനസ്സിലായോ? അപ്പൊ 3 എണ്ണം വരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആദ്യം വരച്ചത് എന്താ? നമ്മൾ ആദ്യം 3 കാർബൺ അങ്ങോട്ടേക്ക് വരച്ചു. 1, 2, 3. സാച്ചുറേറ്റഡ് ആയതുകൊണ്ട് അതിനിടയിലെല്ലാം സിംഗിൾ ബോണ്ട് ഇട്ടു. ഇനിയും ഇപ്പൊ ഈ കാർബണിന്റെ ചുറ്റിനും ഓൾറെഡി 2 ബോണ്ട് ആയതുകൊണ്ട് ഇവിടെയും എന്ത് ചെയ്തു? നമ്മൾ 2 ബോണ്ട് ഇട്ടു. ഈ കാർബണിന് ചുറ്റിനും 2 ബോണ്ട് ഓൾറെഡി ഉണ്ട്, അപ്പൊ നമുക്ക് 4 എണ്ണം വരണം. അപ്പൊ ഇവിടെയും 2 ഹൈഡ്രജൻ ഇട്ടു. ഈ കാർബൺ എടുക്കുമ്പോൾ ഈ കാർബണിന് ചുറ്റും 2 ബോണ്ട് ഓൾറെഡി ഉണ്ട്, ഇനിയിപ്പോ 2 ഹൈഡ്രജൻ കൂടെ ഉണ്ട്, അങ്ങനെ ഇട്ടു. അപ്പൊ അതെന്തായി? അത് അതിന്റെ സ്ട്രക്ചറൽ ഫോർമുലയാണ്. എന്നാൽ അതിനെ ചുരുക്കി വരയ്ക്കുന്നതാണ് കണ്ടൻസ്. നോക്കി, ഈ കാർബണ് CH2 കൊണ്ട് അത് ഇവിടെ CH2 ആയിട്ട് എഴുതി. എന്നിട്ട് ഈ ബോണ്ട് അതേപോലെ തന്നെ ഇവിടെ ഇട്ടു. അടുത്തത് ഇതിനും ചുറ്റിനും CH2 കണ്ടോ, അതും CH2 എന്ന് അതേപോലെ തന്നെ എഴുതി. ഈ ബോണ്ട് അതേപോലെ തന്നെ ഇങ്ങോട്ട് ഇട്ടു. ഇതും CH2 ആണ് കണ്ടോ, CH2, ആ ബോണ്ട് അതേപോലെ തന്നെ ഇട്ടു. ഇതിന്റെ ബോണ്ട് ലൈൻ ഫോർമുല ഇത് പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് വരച്ചിട്ടാൽ മതി. അതാ ട്രയാങ്കിൾ അർത്ഥം ഇവിടെ ഒരു CH2, ഇവിടെ ഒരു CH2, ഇവിടെ ഒരു CH2 ഉണ്ടെന്നാണ് അതിനർത്ഥം. അത് അവിടെ നിൽക്കട്ടെ, അത് നിങ്ങൾ പഠിക്കണ്ട, ഞാൻ അങ്ങ് തന്നേ ഉള്ളൂ, അപ്പൊ പഠിക്കാനില്ല. അതേപോലെ അടുത്ത രണ്ടാമത്തെ സൈക്ലോബ്യൂട്ടേൻ എന്ന് പറയുമ്പോൾ എന്താ? 4 കാർബൺ വട്ടത്തിൽ വരയ്ക്കുക. വട്ടത്തിൽ എന്ന് പറയുമ്പോൾ സർക്കുലാർ വരണമെന്നൊന്നുമില്ല, സൈക്കിൾ കംപ്ലീറ്റ് ചെയ്താൽ മതി, മനസ്സിലായോ? അപ്പം CC 4 സിംഗിൾ ബോണ്ട് ഇട്ടു, സാച്ചുറേറ്റഡ് ആയതുകൊണ്ട്. ഈ കാർബൺ എടുത്തു, അതിന് ചുറ്റിനും 2 എണ്ണം വരണം, 4 എണ്ണം വരണം. 2 എണ്ണം ഓൾറെഡി വന്നു, ബാക്കി 2 എണ്ണം ഹൈഡ്രജൻ ഇട്ട് കൊടുത്തു. ഈ കാർബൺ എടുത്തു, ഓൾറെഡി 2 എണ്ണം ചുറ്റിനുണ്ട്, ബാക്കി 2 എണ്ണം ഹൈഡ്രജൻ. ഈ കാർബൺ എടുത്തു, 2 എണ്ണം ഓൾറെഡി ഉണ്ട്, ബാക്കി 2 ഹൈഡ്രജൻ. ഈ കാർബൺ എടുത്തു, 2 ബോണ്ട്, 2 ഹൈഡ്രജൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഇതാണ് അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല. ഇനി കണ്ടൻസ്ഡ് ആകുമ്പോൾ അതിനെ ചുരുക്കി എഴുതുക. കണ്ടോ, ഇത് CH2 ഒറ്റ അടിക്കാൻ എഴുതിയാൽ മതി. പിന്നെ ഈ ബോണ്ട് അതേപോലെ തന്നെ ഇട്ടു. പിന്നെ അടുത്ത CH2 അതേപോലെ തന്നെ എഴുതി. ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് എടുത്തിട്ടു. അടുത്ത CH2 അതേപോലെ തന്നെ എഴുതി, ബോണ്ട് ഇട്ടു. അടുത്ത CH2 അതേപോലെ തന്നെ എഴുതി, ബോണ്ട് ഇട്ടു. മറ്റേ ബോണ്ട് ഇട്ട് കണക്ട്. ഇത് അതിന്റെ ബോണ്ട് ലൈൻ ഫോർമുല. ഇത് പഠിക്കേണ്ട, ജസ്റ്റ് വരച്ചാൽ മതി. ഇനി സൈക്ലോപെന്റെയിൻ വേണം നമുക്ക് വരയ്ക്കാം. നോക്കിയോ, സൈക്ലോപെന്റെയിൻ വരയ്ക്കുന്ന സമയത്ത്
5 കാർബൺ വട്ടത്തിൽ വരയ്ക്കുക. 5 കാർബൺ വട്ടത്തിൽ വരയ്ക്കുന്നതിന് ഒരു രീതിയുണ്ട്. ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. ഇങ്ങനെയാണ് പെന്റഗൺ പോലെ വേണം വരയ്ക്കാൻ കാർബൺ. കണ്ടോ, ഇങ്ങനെ വേണം വരയ്ക്കാൻ. എന്നിട്ട് എല്ലാം സിംഗിൾ ബോണ്ട് ഇടുക. 1, 2 സാച്ചുറേറ്റഡ് അല്ലേ, 1, 2, 3, 4, 5. നമുക്കറിയാം ഈ കാർബണിന് ചുറ്റിനും ഓൾറെഡി ഇപ്പൊ 2 ബോണ്ട് വന്നിട്ടുണ്ട്. ഇനി 2 എണ്ണം കൂടെ വരും. അതേ 2 ഹൈഡ്രജൻ അങ്ങോട്ട് കൊടുക്കും. ഈ കാർബൺ ചുറ്റിനും ഈ കാർബണിന് ചുറ്റിനും 2 സിംഗിൾ ബോണ്ട് വന്നിട്ടുണ്ട്. ഇനിയും എന്താണ്, ഓൾറെഡി 2 ബോണ്ട് കൂടെ വരും. അത് ഹൈഡ്രജൻ വരും. അതേപോലെ തന്നെ ഈ കാർബണിന് ചുറ്റിനും 2 ബോണ്ട് വന്നിട്ടുണ്ട്. 2 ബോണ്ട് വന്നിട്ടുണ്ട്. ഇനിയും 2 ഹൈഡ്രജനും കൂടെ വരും. ഈ കാർബണിന് ചുറ്റും 2 ബോണ്ട് വന്നിട്ടുണ്ട്. ഇനിയും 2 ഹൈഡ്രജനും കൂടെ വരും. ഈ കാർബണിന് ചുറ്റും 2 ബോണ്ട് വന്നിട്ടുണ്ട്. ഇനി ആരും കൂടെ വരും, 2 ഹൈഡ്രജനും കൂടെ വരും. അപ്പം ഇത് അതിന്റെ സ്ട്രക്ചറൽ ഫോർമുലയാണ്. സ്ട്രക്ചറൽ ആണ്. അതിന്റെ കണ്ടൻസ്ഡ് വരയ്ക്കണ എന്ത് ചെയ്താൽ മതി, ഈ CH2 ഒരുമിച്ച് അങ്ങ് എഴുതുക. കണ്ടോ, CH2, അടുത്തത് ഇവിടെ ഒരു CH2, അടുത്തത് ഇവിടെ ഒരു CH2, അടുത്തത് ഇവിടെ ഒരു CH2, അടുത്തത് ഇവിടെ ഒരു CH2, അങ്ങനെ ബോണ്ട് ചെയ്യും. കണ്ടോ, അത് തന്നെ വരച്ചിരിക്കുന്നത്. ഈ CH2 ആണ് രണ്ടിത്, ഈ CH2 ആണ് രണ്ടിത്, ഈ CH2 ആണ് രണ്ടിത്, ഈ CH2 ആണ് രണ്ടിത്, ഈ CH2 ആണ് രണ്ടിത്. ബോണ്ട് ലൈൻ വരയ്ക്കുന്ന ഒരു പെന്റഗൺ വരച്ചാൽ മതി. അതതിന്റെ ബോണ്ട്. ഇതതിന്റെ എന്താണ് കണ്ടൻസ്ഡ് ഫോർമുലയാണ്. കണ്ടൻസ്ഡ് ആണ് കണ്ടൻസ്ഡ് ഫോർമുല. ക്ലിയർ ആണോ? ഇനി ഒരെണ്ണം കൂടെ വരയ്ക്കാം, സൈക്ലോ ഹെക്സേനും കൂടെ വരച്ച് കാണിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അൺസാച്ചുറേറ്റഡ് സൈക്ലിക് ഹൈഡ്രോ കാർബണിലേക്ക് പോകാം. അപ്പം അടുത്തത് നമ്മൾ സൈക്ലോ ഹെക്സൈൻ ആണ് വരയ്ക്കാൻ പോകുന്നത്. സൈക്ലോ ഹെക്സൈൻ വരയ്ക്കുമ്പോൾ 6 കാർബൺ വരണം. അപ്പൊ നമ്മൾ ഒരു കാർബൺ ഇവിടെ, 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 എല്ലാം സിംഗിൾ ബോണ്ട് ഇട്ട് സാറ്റിസ്ഫൈ ചെയ്യാം. എല്ലാം സിംഗിൾ ബോണ്ട്, കാരണം സാച്ചുറേറ്റഡ് ആയതുകൊണ്ട് എല്ലാം സിംഗിൾ ബോണ്ട് ഇട്ട് സാറ്റിസ്ഫൈ ചെയ്യാം. എന്നിട്ട് ഓരോ കാർബണിന് ചുറ്റിനും 4 ബോണ്ട് വരുന്ന രീതിയിൽ ബാക്കി ഹൈഡ്രജൻ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഈ കാർബണിന്റെ ചുറ്റിനും ഇപ്പൊ 2 ബോണ്ട് ഉണ്ട്. ഇനി 2 എണ്ണം കൂടെ വരും. കണ്ടോ, 2 എണ്ണം ഇവിടെ. അതേപോലെ ഓരോ കാർബണിന്റെ ചുറ്റിനും 2 ബോണ്ട് ഉണ്ട്. ബാക്കി 2 ഹൈഡ്രജനെ വീണ്ടും ഇട്ട് കൊടുക്കുക. ഈ കാർബണിന്റെ ചുറ്റിനും 2 ഹൈഡ്രജൻ, ബാക്കി അല്ല 2 ബോണ്ട്, ബാക്കി 2 ഹൈഡ്രജൻ. ഈ കാർബണിന്റെ ചുറ്റിനും 2 ബോണ്ട്, ബാക്കി 2 ഹൈഡ്രജൻ. ഈ കാർബണിന്റെ ചുറ്റിനും 2 ബോണ്ട്, 2 ഹൈഡ്രജൻ ബാക്കി. ഈ കാർബണിന്റെ ചുറ്റിനും 2 ബോണ്ട്, 2 ഹൈഡ്രജൻ ബാക്കി. ഓക്കെ, ഇതിനെ നമുക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് ആക്കി വരയ്ക്കണമെങ്കിൽ CH2, വീണ്ടും ഇവിടെ ഒരു CH2, ഇവിടെ ഒരു CH2, ഇവിടെ ഒരു CH2. ഇതാണ് അതിന്റെ കണ്ടൻസ്ഡ്. ഇത് അതിന്റെ എന്താണ് സ്ട്രക്ചറൽ ഫോർമുലയും ഇത് അതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല. കണ്ടൻസ്ഡ് നമ്മൾ ഇത്രയും ടോപ്പിക്കാണ് ഇന്ന് പഠിപ്പിച്ചത്. ഇത്രയും ടോപ്പിക്ക് ഇപ്പൊ ഇതുവരെ പഠിപ്പിച്ചത്. അപ്പൊ ഇപ്പം അടുത്ത് 2-3 പേര് ജോയിൻ ചെയ്തായിരുന്നു. അവര് സമയം 8:15 എന്ന് പറഞ്ഞ് നേരത്തെ എന്താണ് ഓൾറെഡി നമ്മൾ 8:15 എന്നാണ് നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടത്. 8:15 ആകുമ്പോൾ കൃത്യം കയറുക. ഈ ആഴ്ച 5 ദിവസവും ക്ലാസ് കാണും. 5 ദിവസത്തിൽ 2 ദിവസം മാത്സ് ആണ്. ബാക്കി ഓൺലൈൻകാരോടാണ് പറയുന്നത്, ഓഫ്ലൈൻകാരോടല്ല, ഓൺലൈൻകാരോടാണ് പറയുന്നത്. അപ്പം ആ ടൈം ഞാൻ പറയുന്ന സമയം കൃത്യമായിട്ട് കയറുക. അല്ലെങ്കിൽ ഈ ചാപ്റ്റർ മറന്നേക്കുക, ഈ ചാപ്റ്റർ മനസ്സിലാവത്തില്ല. നോക്കിയോ, ഇപ്പൊ കയറിയ ആൾക്കാരൊക്കെ ഒരു 2 പേജ് വിട്ടിട്ട് ഇതാണ് ഞാനിപ്പോ അടുത്ത് എഴുതാൻ പോകുന്ന നോട്ട് എഴുതിക്കോളൂ. അതായത് നമ്മൾ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിനെ നമ്മൾ രണ്ടായിട്ടായിരുന്നു തിരിച്ചത്. സൈക്ലിക് ഹൈഡ്രോ കാർബണിനെ നമ്മൾ രണ്ടായിട്ടായിരുന്നു തിരിച്ചത്. സാച്ചുറേറ്റഡ് സൈക്ലിക് ഹൈഡ്രോ കാർബണും അൺസാച്ചുറേറ്റഡ് സൈക്ലിക് ഹൈഡ്രോ കാർബണും അല്ലേ. അൺസാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്കും
ഡബിൾ ബോണ്ട് വരുന്ന വട്ടത്തിൽ വരുന്ന സൈക്ലിക് ആയിട്ട് വരുന്നത്. അതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിനകത്ത് ആകെ നമുക്ക് ഒറ്റ ആളിനെ പറ്റിയേ പഠിക്കാനുള്ളൂ. അത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെൻസീൻ ആണ്. അപ്പൊ ആ ബെൻസീനെ പറ്റി മാത്രം വരച്ചിട്ട് നമുക്ക് നെയിമിങ്ങിലേക്ക് പോകാം. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മള് എഴുതുക അൺസാച്ചുറേറ്റഡ്. അൻകിത്തെ ഒരു 2 പേജ് വിട്ടിട്ട് ബാക്കിയുള്ള എഴുതിക്കോ. സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ് സൈക്ലിക് ഹൈഡ്രോകാർബൺ, സൈക്ലിക് ഹൈഡ്രോകാർബൺ, അൺസാച്ചുറേറ്റഡ് സൈക്ലിക് ഹൈഡ്രോകാർബൺ. അതിനകത്ത് അൺസാച്ചുറേറ്റഡ് സൈക്ലിക് ഹൈഡ്രോകാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ബോണ്ട്, അതായത് വട്ടത്തിലുള്ള കോമ്പൗണ്ടുകളിൽ ഡബിൾ ബോണ്ട് വരുന്ന കോമ്പൗണ്ടിൽ നമുക്ക് ആകെ പഠിക്കാനുള്ള ബെൻസീനെ പറ്റി മാത്രമാണ്. അപ്പൊ ബെൻസീൻ ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ബെൻസീൻ വരയ്ക്കുമ്പോൾ നമ്മൾ സൈക്ലോഹെക്സൈൻ വരച്ച പോലെ തന്നെയാണ്. പക്ഷെ സൈക്ലോഹെക്സൈൻ്റെ കാർബണിന്റെ ഇടയ്ക്കെല്ലാം സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ഇവിടെ ആൾട്ടർനേറ്റ് പൊസിഷനിൽ ഡബിൾ ബോണ്ട് വരും. നോക്കിക്കോണേ. അതായത് 6 കാർബൺ ഉണ്ട് ബെൻസീൻ. ബെൻസീന്റെ ഫോർമുല C6H6 എന്നാണ്. അപ്പം 6 കാർബൺ വരും. അപ്പം നേരത്തെ പോലെ ഹെക്സൈൻ വരച്ച പോലെ തന്നെ, സൈക്ലോ ഹെക്സൈൻ വരച്ച പോലെ തന്നെ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ. എന്നിട്ട് സിംഗിൾ ബോണ്ട് ആദ്യം എല്ലായിടത്തും അങ്ങിട്ടേക്കണം. സിംഗിൾ ബോണ്ട് ഇടുക. എന്നിട്ട് ആൾട്ടർനേറ്റ് പൊസിഷനിൽ ഡബിൾ ബോണ്ട് ഇടുക. ഇവിടെ ഡബിൾ ബോണ്ട് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത സിംഗിൾ ബോണ്ട്, പിന്നെ ഇത് ഡബിൾ ബോണ്ട്, പിന്നെ ഇത് സിംഗിൾ ബോണ്ട്, പിന്നെ ഇത് ഡബിൾ ബോണ്ട്. കണ്ടോ? ഇതായിരിക്കും. ഇനി നോക്കിയോ, ഇപ്പം ഈ കാർബണിന് ചുറ്റിനും എത്ര ബോണ്ടായി? ഈ കാർബണിന് ചുറ്റിനും കണ്ടോ 1, 2, 3 ആയി. അപ്പൊ ഇനിയിപ്പോ ഒരു ബോണ്ട് കൂടെ വരത്തുള്ളൂ. അതിനെ നമ്മൾ കണ്ടോ, അത് ഇവിടെ ഹൈഡ്രജൻ 4. ഈ കാർബണിന് ചുറ്റിനും എത്ര ബോണ്ടായി? 1, 2, 3. അപ്പൊ ഇതെന്താ? ഇത് ഒരു ഹൈഡ്രജൻ. കണ്ടോ? ഇനി ഈ കാർബണിന് ചുറ്റിനും എത്ര ബോണ്ടായി? 1, 2, 3. അപ്പം വേണ്ട, ഇത് ഹൈഡ്രജൻ വന്നു. ഇനി അതേപോലെ തന്നെ ഈ കാർബണിന് ചുറ്റിനും എത്ര ബോണ്ടായി? ഈ കാർബണിന് ചുറ്റിനും നമുക്കിപ്പം 1, 2, 3. ഇത് ഒരു ഹൈഡ്രജൻ. അതേപോലെ ഈ കാർബണിന് ചുറ്റിനും നോക്കിയേ 1, 2, 3, 4. ഈ കാർബണിന് ചുറ്റിനും 1, 2, 3 ഒരു ഹൈഡ്രജൻ. ശരിക്കും പറഞ്ഞാൽ കണ്ടൻസ്ഡ് ഫോർമുല എങ്ങനെ വരുമെന്ന് അറിയാമോ? CH വരയ്ക്കുന്നു, ഇവിടെയും CH വരയ്ക്കുന്നു, ഇവിടെയും CH എന്ന് എഴുതുന്നു, ഇവിടെയും CH എന്ന് എഴുതുന്നു, ഇവിടെയും CH എന്ന് എഴുതുന്നു, ഇവിടെയും CH എന്ന് എഴുതുന്നു. നോക്കി, CH, 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 CH. ഇനി എന്ത് ചെയ്താൽ മതി? ആൾട്ടർനേറ്റ് പൊസിഷൻ ഡബിൾ ബോണ്ട് ഇട്ടാൽ മതി. ഇവിടെയാണ് ഡബിൾ ബോണ്ട്, അപ്പൊ ഇവിടെയും ഡബിൾ ബോണ്ട് ഇട്ടു. അപ്പം ഇവിടെ നമ്മൾ ഡബിൾ ബോണ്ട് ഇട്ടു, ഇവിടെ സിംഗിൾ ബോണ്ട് ഇട്ടു, ഇവിടെ ഡബിൾ ബോണ്ട് ഇട്ടു, ഇവിടെ സിംഗിൾ ബോണ്ട് ഇട്ടു, ഇവിടെ ഡബിൾ ബോണ്ട് ഇട്ടു, ഇവിടെ ഓക്കെ ആണല്ലോ. ഇത് അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല. അതേപോലെ തന്നെ ഇത് അതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല. ഫോർമുല. ഇനി ഇതിന്റെ ബോണ്ട് ലൈൻ ഫോർമുല മസ്റ്റ് ആയിട്ട് പഠിക്കണം. 2 ഫോർമുല ഉണ്ട് ഇതിന്. ബോണ്ട് ലൈൻ ഫോർമുല കേക്യൂൾ സ്ട്രക്ചർ എന്നൊക്കെ ആയിരിക്കും പറയാ. അപ്പം 2 ബോണ്ട് ലൈൻ ഫോർമുലയുണ്ട്. പാറണം കണ്ടോ, ഇങ്ങനെയാണല്ലോ വരയ്ക്കുന്നത്. ഹെക്സഗണാ വരയ്ക്കുന്നത് ഇല്ലേ? എന്നിട്ട് ആൾട്ടർനേറ്റ് പൊസിഷനിൽ ഡബിൾ ബോണ്ട് ഇട്ട് കൊടുക്കും. ഇങ്ങനെ. അപ്പം ഇത് അതിന്റെ ബോണ്ട് ലൈൻ ഫോർമുലയാണ്. ഇതിന്റെ ബോണ്ട് ലൈൻ ഫോർമുല പഠിക്കണം. ബോണ്ട് ലൈൻ ഫോർമുല. അതേപോലെ ഇതിനെ ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയും കൂടെ വരയ്ക്കാം. ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരയ്ക്കാം. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇപ്പം ഈ പൊസിഷനിലും അല്ലേ ഡബിൾ ബോണ്ട് വന്നത്. എന്നാൽ ആ പൊസിഷനിൽ ഡബിൾ ബോണ്ട് ആ പൊസിഷനിൽ അല്ലാതെ വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷനും വരാമല്ലോ. അതായത് ഇവിടെ ഡബിൾ ബോണ്ട് വരാതെ ഇവിടെ വരാം, ഇവിടെ ഡബിൾ ബോണ്ട് വരാതെ ഇവിടെ വരാം, ഇവിടെ ഡബിൾ ബോണ്ട് വരാതെ ഇവിടെയും വരാമല്ലോ. അപ്പം ബോണ്ടിന്റെ പൊസിഷൻ അവിടെ എവിടെ വേണേലും വരാം, ആൾട്ടർനേറ്റ് പൊസിഷനിലായിരിക്കണമെന്നേ ഉള്ളൂ. അതുകൊണ്ട് മാത്രമല്ല ആ ബോണ്ടിനെ നമുക്ക് ബോണ്ട് ഡിസ്പ്ലേസ് ചെയ്യും, ബോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ കാണിക്കാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യുന്ന കാണിക്കാനാണ് ഇവിടെ ഒരു വട്ടം ഇടുന്നത്. ഇങ്ങനെയല്ല വട്ടം ഇടുന്നത്, വട്ടം ശരിക്കും ഇങ്ങനെയാണ് ഇടുന്നത്. പിന്നെ നമ്മൾ വരച്ച് അതിനെ നമ്മൾ ജസ്റ്റ് കംപ്ലീറ്റ് ഡോട്ടഡ് മാറ്റിയിട്ട് ഇങ്ങനെ. അപ്പം ഇതായിരിക്കും അതിന്റെ ഇതിനെ കേക്യൂൾ സ്ട്രക്ചർ എന്നൊക്കെയാണ് പറയുന്നത്. KEKULE കേക്യൂൾ സ്ട്രക്ചർ എന്നൊക്കെയാണ്. ആ പേരൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് ബോണ്ട് ലൈൻ ഫോർമുല എന്ന് പറഞ്ഞ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബെൻസീന്റെ സ്ട്രക്ചർ പഠിക്കണം. ഇത് കണ്ടൻസും പഠിക്കണം, സ്ട്രക്ചറലും പഠിക്കണം, മോളിക്കുലാറും പഠിക്കണം.
ഇത് കഴിഞ്ഞെങ്കിൽ നമുക്ക് അതിന്റെ നോമൻക്ലേച്ചറിലേക്ക് പോകാം. ഇത് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനെ എങ്ങനെ നെയിം ചെയ്യും എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണം. നല്ല രീതിയിൽ ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ അങ്ങോട്ടേക്കുള്ള നെയിമിങ്ങും അല്ലെങ്കിൽ കോമ്പൗണ്ടിനെ ഐഡന്റിഫൈ ചെയ്യുന്നതൊക്കെ നമുക്ക് പാളിച്ച പറ്റും. അതുകൊണ്ട് അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം ഹെഡിങ് എഴുതാം നോമൻക്ലേച്ചർ. നോമൻക്ലേച്ചർ നോമൻക്ലേച്ചർ എന്ന് പറയുമ്പോൾ പേരിടിയിൽ അതിനെയാണ് നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അറിയാം, നമ്മുടെ ഇപ്പം എൻ്റെ പേര് വിശാൽ വി പൈ എന്നാണ്. അതേപോലെ തന്നെ ഇപ്പം എന്താണ് ഓരോ ആൾക്കാരുടെ പേര് ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഇപ്പൊ ഇവിടെ സിദ്ധാർത്ഥനാണെങ്കിലും അൻകിത്തിനാണെങ്കിലും ദേവനന്ദയ്ക്കാണെങ്കിലും അൽവിനയ്ക്കാണെങ്കിലും അർച്ചിതയ്ക്കാണെങ്കിലും എല്ലാവർക്കും ഒരു മെയിൻ നെയിം, പിന്നെ അവരുടെ ഒന്നെങ്കിൽ ഫാദറിന്റെ അല്ലെങ്കിൽ അപ്പൂപ്പന്റെ ഒക്കെ നെയിം എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ പേരിന്റെ കൂട്ടത്തിലുണ്ട് ഇനീഷ്യലായിട്ട്, അല്ലേ? അതേപോലെ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനെ നെയിം ചെയ്യുന്ന സമയത്ത് അവർക്ക് കുറെ പാർട്ടായിട്ടാണ് നെയിം ചെയ്യുന്നത്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ പാർട്ട് പറഞ്ഞു. അപ്പൊ അതെങ്ങനെയാണ് നെയിം ചെയ്യുന്നത്, എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പൊ നെയിം ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നോക്കിക്കോളൂ, അവനൊരു പ്രഫിക്സ് കാണും. എഴുതരുത്, ഞാൻ പറഞ്ഞിട്ട് എഴുതാവും. പ്രഫിക്സ് കാണും, പ്ലസ് വേർഡ് റൂട്ട് കാണും, പ്ലസ് ഒരു പ്രൈമറി സഫിക്സ് കാണും, പ്ലസ് ഒരു സെക്കൻഡറി സഫിക്സ് കാണും, അപ്പം പ്രിഫിക്സ് കാണും, അതേപോലെ തന്നെ വേർഡ് റൂട്ട് കാണും, അതേപോലെ തന്നെ പ്രൈമറി സഫിക്സ് കാണും, അതേപോലെ തന്നെ സെക്കൻഡറി സഫിക്സ് കാണും. എല്ലാവർക്കും ഇതെല്ലാം കാണുമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അർച്ചിതയുടെ ഫുൾ നെയിം എന്താ? അർച്ചിത രമേശ്. ഓക്കെ. അൽവിനയുടെ ഫുൾ നെയിം എന്താ? അൽവിന അറിയാം. അപ്പൊ രണ്ടിതേ ഉള്ളൂ. ദേവനന്ദയുടെ ഫുൾ നെയിം എന്താ? ദേവനന്ദ എം നായർ. കണ്ടോ, 3 ഇത് കിട്ടി. അതായത് അർച്ചിതയുടെ പേര് അർച്ചിത രമേശ്, 2 പാർട്ടേ ഉള്ളൂ. അൽവിനയുടെയും 2 പാർട്ടേ ഉള്ളൂ. അതേപോലെ തന്നെ എന്താണ് ദേവനന്ദയുടെ വന്നപ്പോൾ 3 പാർട്ടുണ്ട്, അതായത് ദേവനന്ദ എം നായർ. അതേപോലെ എൻ്റെ 3 പാർട്ടുണ്ട്, വിശാൽ വി പൈ. അപ്പൊ എല്ലാവർക്കും ഈ 3 പാർട്ട് വരണമെന്ന്. ഇപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, പുള്ളി കവിയാണ്, പുള്ളിയുടെ പേര് ജിനു എന്നാ പേര്. ഓക്കെ, അപ്പൊ എന്താ ഇനിഷ്യൽ ഇടാൻ ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ എന്താണ് മതത്തിന്റെ പേരിലോ അല്ലെങ്കിൽ പുള്ളിയുടെ ജാതിയുടെ പേരിലോ അല്ലെങ്കിൽ പുള്ളിയുടെ വേറെ ഒന്നിന്റെയും പേരിൽ പുള്ളി അറിയപ്പെടണമെന്നൊരു താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിയാണ്, കവിയാണ്, ഇച്ചിരി ഇന്റലക്ച്വൽ. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഒരൊറ്റ പേരേ ഉള്ളൂ, എന്താ? ജിനു. അത് പുള്ളി ഹിന്ദു ആണോ, അതേപോലെ ക്രിസ്ത്യൻ ആണോ, അതേപോലെ തന്നെ മുസ്ലിം ആണോ, അല്ലെങ്കിൽ എന്താണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ആ പേരിൽ നിന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പുള്ളി അങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പം ഒറ്റ സിംഗിൾ ആയിട്ടുള്ള ഇതുണ്ട്, അതേപോലെ തന്നെ രണ്ട് സെഷനായിട്ട് എഴുതുന്ന രീതിയുണ്ട്, 3 സെഷനായിട്ടുള്ള രീതിയുണ്ട്, 4 സെഷനായിട്ടൊക്കെ എഴുതുന്ന രീതിയുണ്ട്, അല്ലേ? അപ്പം അതേപോലെ തന്നെ നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടിനെ നെയിം ചെയ്യുമ്പോഴും ഈ 4 ടൈപ്പ് ആൾക്കാർ, ഈ 4 ഹെഡിങ്ങിനടിയിൽ ആൾക്കാർ വരണം. പക്ഷെ എല്ലാവർക്കും 4 എണ്ണം വരണമെന്നില്ല. എന്തായാലും ഇവന്മാർ 2 പേരും എല്ലാവർക്കും കാണും. അതായത് ഈ ഓർഗാനിക് കോമ്പൗണ്ട്സിലെ ഏത് ഫാമിലി എടുക്കുവാണെങ്കിലും ഈ 2 ആൾക്കാരില്ലാതെ അവർക്ക് പേരിടാൻ പറ്റത്തില്ല. പിന്നെ ഇതിന്റെ ഈ പ്രിഫിക്സ് നെയിം 2 ആയിട്ട് തിരിക്കും കേട്ടോ. പ്രൈമറി പ്രിഫിക്സും സെക്കൻഡറി പ്രിഫിക്സും എന്നും പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ 2 ആയിട്ട് തിരിക്കാൻ പറ്റും. അതിപ്പം ഈ പറഞ്ഞ പോലെ തന്നെ എന്താ, അതിപ്പോ നമുക്ക് പഠിക്കാനില്ല, അടുത്ത വർഷം +1 നിങ്ങൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഞാൻ അതുകൊണ്ടാണ് അവിടുത്തെ ആ ഒരു സാധനം അങ്ങ് മാറ്റിയത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രിഫിക്സിനകത്ത് വരുന്നത് ആൽക്കൈൽ ഗ്രൂപ്പുകളാണ് വരുന്നത്. ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂവന്റ് ഉണ്ടെങ്കിൽ അവിടെ വരുന്നത്. പിന്നെ ഹാലോജൻസ് ഉണ്ടെങ്കിലും അതായത് ബ്രോമിനോ അല്ലെങ്കിൽ ഫ്ലോറിനോ അല്ലെങ്കിൽ ക്ലോറിനോ അല്ലെങ്കിൽ അയഡിനോ ഇതൊക്കെ വരുവാണെങ്കിലും അതിന്റെ പേര് ഫ്രണ്ടിൽ ആദ്യം പറഞ്ഞിട്ട് വേണം ബാക്കിയുള്ളത് തുടങ്ങാൻ. വേർഡ് റൂട്ടിനകത്ത് വരുന്നത്, വേർഡ് റൂട്ടിൽ ഒരു കാർബണേ ഉള്ളെങ്കിൽ വേർഡ് റൂട്ട് മെത്ത് ആയിരിക്കും. അത് ഓൾറെഡി നമ്മൾ എഴുതിയപ്പോഴൊക്കെ പറഞ്ഞാണ്. 2 കാർബൺ വരുവാണെങ്കിൽ എത്ത് എന്ന് പറയും, 3 കാർബൺ വരുവാണെങ്കിൽ പ്രൊപ്പ് എന്ന് പറയും, 4 കാർബൺ വരുവാണെങ്കിൽ ബ്യൂട്ട് എന്ന് പറയും, 5 കാർബൺ വരുവാണെങ്കിൽ പെന്റ് എന്ന് പറയും, 6 കാർബൺ വരുവാണെങ്കിൽ ഹെക്സ് എന്ന് പറയും, 7 കാർബൺ വരുവാണെങ്കിൽ ഹെപ്റ്റ് എന്ന് പറയും, 8 കാർബൺ വരുവാണെങ്കിൽ ഒക്റ്റ് എന്ന് പറയും,
9 കാർബൺ വരുവാണെങ്കിൽ നോൺ എന്ന് പറയും. 10 കാർബൺ വരുവാണെങ്കിൽ ഡെക്ക് എന്ന് പറയും. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ ആണല്ലോ. പിന്നെ അപ്പം ഇത് എന്തായാലും ഇതില്ലാതെ ഒരു കോമ്പൗണ്ട് എന്തായാലും ഇല്ല. മെത്ത എത്ത പ്രൊപ്പ ബ്യൂട്ട പെൻറ്റ ഹെക്സ ഹെക്ട ഒക്ടൻ നണ്ണ ഡെക്ക് ഇതില്ലാതെ ഒരു കോമ്പൗണ്ട് ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് വേർഡ് റൂട്ടും പ്രൈമറി സഫിക്സും ഇല്ലാതെ ഒരു കോമ്പൗണ്ട് കാണുന്നില്ല. പ്രൈമറി സഫിക്സിനകത്ത് ബോണ്ടിങ് ആണ് വരുന്നത്. അതായത് എയിൻ എന്നാണ് പേരിനകത്തുള്ളതെങ്കിൽ ആ കോമ്പൗണ്ടിൽ സിംഗിൾ ബോണ്ട് മാത്രമുള്ളെന്ന് അർത്ഥം. ഈനാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈനാണെങ്കിൽ അവിടെ ഡബിൾ ബോണ്ട് ആയിരിക്കും എന്നുള്ള കാര്യം ആലോചിച്ചു. ഇനി ഐൻ എന്നാണ് ആ പേരിനകത്ത് കിടക്കണമെങ്കിൽ അവിടെ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇനി സെക്കൻഡറി സഫിക്സിനകത്താണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഓയിക് ആസിഡ്, മറ്റേ ആൽക്കഹോള്, അതേപോലെ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വരുന്ന സമയത്ത്, കീറ്റോണ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വരുന്ന സമയത്ത് നമ്മൾ ഈ സെക്കൻഡറി സഫിക്സിന്റെ ഏറ്റവും ലാസ്റ്റ് ആണ് അവരെ മെൻഷൻ ചെയ്യുക. അപ്പൊ സെക്കൻഡറി സഫിക്സിനകത്ത് വരുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. ആദ്യം അങ്ങോട്ടേക്ക് എഴുതണം. ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പിൽ ആരൊക്കെ വരുമ്പോൾ എന്തൊക്കെ എഴുതണം എന്നുള്ളതാണ് പറയുന്നത്. OH ഗ്രൂപ്പ് ആ വരുന്നെങ്കിൽ അവൻ ആൽക്കഹോൾ ഗ്രൂപ്പാണ്. അവന്റെ പേരിന് അവസാനം OL വരും. അടുത്തത് CHO ആണെങ്കിൽ അവൻ ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് പറയും. അവന്റെ പേരിന് അവസാനം നമ്മൾ AL ചേർക്കേണ്ടി വരും. ആൽ എന്ന് ചേർക്കേണ്ടി വരും. അതേപോലെ തന്നെ COOH വരുവാണെങ്കിൽ അവനെ നമ്മൾ അതായത് അവന് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പാണ്. കാർബോക്സിലിക് ആണ്. ഞാൻ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പാണ് COH. അപ്പൊ പേരിന് അവസാനം നമ്മൾ എഴുതുമ്പോൾ ഓയിക് ആസിഡ് എന്ന് വേണം ചേർക്കാൻ. ഓയിക് ആസിഡ്. അതേപോലെ തന്നെ അടുത്ത കോമ്പൗണ്ട് വരുന്നത് കീറ്റോൺ ആണ്. അതായത് C ഡബിൾ ബോണ്ട് O അല്ലെങ്കിൽ CO എവിടെ കണ്ടാലും അതിനർത്ഥം അത് കീറ്റോൺ ഗ്രൂപ്പ് ആണെന്നും പേരിന് അവസാനം ONE എന്ന് ചേർക്കുന്നു. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പറയാനായിട്ടുള്ളത്. അതായത് നെയിം എഴുതുന്ന സമയത്ത് ആ നെയിമിനെ നമ്മൾ 4 പാർട്ടാക്കി മാറ്റുന്നു. പ്രഫിക്സ്, വേർഡ് റൂട്ട്, പ്രൈമറി സഫിക്സ്, സെക്കൻഡറി സഫിക്സ്. എല്ലാവർക്കും എല്ലാം കാണുമെന്ന് ഒരു നിർബന്ധമില്ല. എന്തായാലും വേർഡ് റൂട്ടും പ്രൈമറി സഫിക്സും ഇല്ലാത്ത ഒരു കോമ്പൗണ്ട് ഓർഗാനിക് കെമിസ്ട്രിയിൽ ഇല്ല. ഓക്കെ. ബാക്കി ഇത് രണ്ടെണ്ണം, അതായത് ഇതും നമ്മുടെ ആഡ് ഓൺസ് ആണെന്നുള്ള കാര്യം ആലോചിച്ചു. ഓക്കെ ആണല്ലോ. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രെഫിക്സിൽ ആൽക്കൈൽ ഗ്രൂപ്പ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതേപോലെ തന്നെ ഹാലജൻസും ആണ് അതിനകത്ത് വരുന്നത്. വേർഡ് റൂട്ടിനകത്ത് 1 കാർബൺ ആണെങ്കിൽ മെത്ത്, 2 കാർബൺ ആണെങ്കിൽ എത്ത്, 3 കാർബൺ ആണെങ്കിൽ പ്രൊപ്പ്, 4 കാർബൺ വരുവാണെങ്കിൽ ബ്യൂട്ട്, 5 കാർബൺ വരുവാണെങ്കിൽ പെന്റ്, 6 കാർബൺ വരുവാണെങ്കിൽ ഹെക്സ്, 7 കാർബൺ വരുവാണെങ്കിൽ ഹെക്ട്, 8 കാർബൺ വരുവാണെങ്കിൽ ഒക്ട്, 9 കാർബൺ വരുവാണെങ്കിൽ നണ്ണ്, 10 കാർബൺ വരുവാണെങ്കിൽ ഡെക്ക്. ഓക്കെ ആണല്ലോ. മൂന്നാമത്തേതിനകത്ത് പ്രൈമറി സഫിക്സ് ആണ്. പ്രൈമറി സഫിക്സിനകത്താണ് ബോണ്ടിങ് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എയിൻ വന്നാൽ അതിനകത്ത് ഇപ്പം സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എയിൻ വരും, അല്ലെങ്കിൽ എയിൻ വന്നാൽ സിംഗിൾ ബോണ്ട് വരും. ഈനാണെങ്കിൽ ഡബിൾ ബോണ്ട്, ഐനാണെങ്കിൽ ട്രിപ്പിൾ ബോണ്ട്. ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇനിയും സഫിക്സ്, അതായത് ഫങ്ഷണൽ ഗ്രൂപ്പുകളും കൂടെ വന്നു കഴിഞ്ഞാൽ, അതായത് ആ നമ്മുടെ ഹൈഡ്രോ കാർബണിനകത്ത് ഏതെങ്കിലും ഹൈഡ്രജനെ മാറ്റിയിട്ട് വേറെ ഈ പറഞ്ഞ OHO അല്ലെങ്കിൽ CHOയോ അല്ലെങ്കിൽ COOHോ അല്ലെങ്കിൽ COയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവർ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അവരെ എപ്പോഴും പേരിന്റെ ഏറ്റവും അവസാനമായിരിക്കും നെയിം ചെയ്യുന്നത്. അതിന് ഓരോ ആൾക്കാർക്ക് ഓരോ നെയിം ഉണ്ട്. അത് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് എഴുതിയെടുക്കാം. എഴുതാത്തവർക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാം. ഇനി നെയിമിങ്ങിലേക്ക് കയറാൻ പോവാം. സർ ലാസ്റ്റ് പറഞ്ഞ സെക്കൻഡറി സഫിക്സിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ അതിലെ ലാസ്റ്റ് ഒന്ന് പറഞ്ഞുതരാമോ? ലാസ്റ്റ് C ഡബിൾ ബോണ്ടോ, അതായത് ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം, അതിനെ നോക്കിക്കോളൂ. ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം, C ഡബിൾ ബോണ്ട് O. ഇവിടെയും ആരിലും ഒക്കെ വരും. അല്ലെങ്കിൽ CO എന്ന് സിംപിളി എഴുതാം. ഓക്കെ. ഇവന്റെ പേര് കീറ്റോൺ എന്നാണ് ജനറൽ നെയിം. അവനെ കീറ്റോൺ എന്നാണ് വിളിക്കുക. കീറ്റോൺ ഫാമിലിയാണ്.
പേരിന് അവസാനം ON എന്ന് വരും. മനസ്സിലാക്കണം. കാര്യങ്ങൾ മനസ്സിലാക്കാതെ അങ്ങോട്ടേക്ക് ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇനിയും എപ്പോഴും ആലോചിച്ചോണം, ഈ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂവന്റ് എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അവരെ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ള കാര്യം കൂടെ ഒന്ന് പറഞ്ഞു തരാം. ഈ നിങ്ങൾക്ക് ഇന്നിപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അടുത്ത നാളെ എന്തായാലും ഓൾറെഡി ഓഫ്ലൈൻ ക്ലാസ് വെച്ചിട്ടുണ്ടല്ലോ. അപ്പം ഓഫ്ലൈൻ ക്ലാസ്സിന് വരുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് തരാം, ഒന്നും കുഴപ്പമില്ല. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന 2 ചാപ്റ്ററാണ് കെമിസ്ട്രിയിൽ, ഓർഗാനിക് കെമിസ്ട്രി, മെറ്റൽസും നോൺ മെറ്റൽസും. അതുകൊണ്ട് ഇത് എനിക്ക് മെറ്റൽസ് നോൺ മെറ്റൽസിനെക്കാളും കുറച്ചുകൂടെ അടുത്ത വർഷത്തേക്കും ഒക്കെ ഇമ്പോർട്ടൻ്റ് ഉള്ള ചാപ്റ്റർ വേണ്ടി ഇതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ പഠിക്കണം. മനസ്സിലാകാത്തത് എത്ര ആണെങ്കിലും പറഞ്ഞു തരുന്നതിന് പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ നമ്മൾ എഴുതിയായിരുന്നല്ലോ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂവന്റ് എന്ന്. ഈ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂവന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ നിങ്ങൾ ഇത് എഴുതിയോ? ആരെങ്കിലും എഴുതാനുണ്ടെങ്കിൽ പറഞ്ഞേ. ആരെങ്കിലും എഴുതാനുണ്ടെങ്കിൽ പറഞ്ഞോ, പെട്ടെന്നാട്ടെ. എഴുതാനില്ലെങ്കിൽ ഞാൻ അടുത്ത ഇതിലേക്ക് പോവാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ആൽക്കൈൽ ഗ്രൂപ്പുകളെ പറ്റി, ആൽക്കൈൽ ഗ്രൂപ്പ് എന്താണെന്ന് പറയാൻ പോവാണ്. ശ്രദ്ധിച്ചോണേ, ആൽക്കൈൽ ഗ്രൂപ്പ് ഇച്ചിരി കൺഫ്യൂഷൻ വരുന്ന സാധനമാണ്. അവരെ നമ്മൾ റാഡിക്കൽ ഗ്രൂപ്പ് എന്നും പറയും. റാഡിക്കൽ ഗ്രൂപ്പ് എന്നും പറയും. ഓക്കെ, അതായത് ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പം മീഥെയിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിനെ അല്ലെങ്കിൽ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനെ നമ്മൾ എടുത്തു. അപ്പൊ മീഥെയിനെ വരയ്ക്കുന്നത് തന്നെ ഇങ്ങനെ ആയിരിക്കുമല്ലോ. ഇതാണ് മീഥെയിൻ. ഓക്കെ, എനിക്ക് ഇപ്പൊ ഈ മീഥെയിനകത്തെ ഒരു ഹൈഡ്രജനെ മാറ്റിയാൽ അതെന്തിനു വേണ്ടിയാ മാറ്റുന്നത്? കാർബണ് ചുറ്റിനും എന്തായാലും 4 എണ്ണം വന്നേ പറ്റത്തുള്ളൂ. അപ്പം മീഥെയിനകത്തെ ഒരു ഹൈഡ്രജനെ മാറ്റുന്നത് വേറെ ആരെങ്കിലും കൊണ്ട് അവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കാൻ വേണ്ടിയാണ്. അപ്പം ആ പ്രതിഷ്ഠിക്കുന്നിടം വരെ അവൻ വേണ്ട ഇങ്ങനെയല്ലേ ഉള്ളൂ. വേറൊരാൾ, അതായത് ഈ ഹൈഡ്രജനെ പൊട്ടിച്ചിട്ട് വേറൊരാൾ വന്ന് ചേരുന്നിടം വരെ ഇവിടെ ഒരു ബോണ്ട് ഇങ്ങനെയുള്ളൂ, അതായത് ഇവിടെ ആരും ഇല്ല. അപ്പം മീഥെയിനകത്തുനിന്ന് ഒരു ഹൈഡ്രജനെ മാറ്റിയാൽ അവനെ പറയുന്ന പേര് മീഥൈൽ എന്നാണ് പറയുന്നത്. അതപ്പോ ഒരു സബ്സ്റ്റിറ്റ്യൂവന്റ് ആയി. അത് കംപ്ലീറ്റ് കോമ്പൗണ്ട് അല്ല, അതിനകത്തുനിന്ന് ഒരു ഹൈഡ്രജനെ മാറ്റി. എന്തിനു വേണ്ടിയാണ്? അത് വേറെ ഒന്നെങ്കിൽ ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള മോളിക്കൂൾ എവിടെയെങ്കിലും കൊണ്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പൊ ഇനി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് ഇവിടെ വന്ന് ഫിറ്റ് ആവാൻ വേണ്ടി. ഇപ്പൊ ക്ലോറിൻ വരുവാണെങ്കിൽ ക്ലോറിൻ ഇവിടെ വന്ന് ഫിറ്റ് ആവുകയാണെങ്കിൽ ഇവന്റെ പേര് മീഥൈൽ ക്ലോറൈഡ് എന്നോ അല്ലെങ്കിൽ ക്ലോറോ മീഥൈൽ എന്നൊക്കെ പറയും. അതവിടെ നിൽക്കുന്നത് പറഞ്ഞുതരാം എന്താന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നോക്കിയോ, മെയിൻ ആയിട്ടുള്ള ഹൈഡ്രോ കാർബണിൽ നിന്ന് ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ആരും ഇല്ലാത്ത അവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു ഇന്റർമീഡിയറ്റ്, അതായത് കുറച്ച് സമയത്തേക്ക് മാത്രമേ അത് കാണത്തുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വേറൊരാൾ എന്തായാലും ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ വേറൊരാൾ അവിടെ വന്ന് ചേരും. കാരണം കാർബണിന് ചുറ്റിന് 4 ബോണ്ട് ഇല്ലാതെ 4 ആൾക്കാരില്ലാതെ എക്സിസ്റ്റ് ചെയ്യത്തില്ല. മനസ്സിലായോ? കാരണം എന്തായാലും ചുറ്റിന് 4 ആൾക്കാർ വരണം.
അപ്പൊ തൊട്ട് വേറൊരാൾ വരുന്നിടം വരെ അതിന്റെ ഒരു അവസ്ഥ, അതിന്റെ ആൽക്കൈൽ അവസ്ഥയാണ് നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇപ്പം ഈഥൈൻ എടുക്കാം. ഈഥൈനെ നിങ്ങൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്? 1 2 1 2 3 4 5 6 CH. അപ്പം നോക്കിക്കോ, അപ്പം ഇങ്ങനെയാണ് ഈഥൈനെ എടുക്കുന്നത് അല്ലേ? അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ CH3 എന്നാണ് എടുക്കുന്നത്. ഓക്കെ, ഇത് ഈഥൈൻ ആണ്. അതായത് നമ്മുടെ അപ്പൊ ഇതിന്റെ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ത് വരും? ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഹൈഡ്രജനെ മാറ്റപ്പെട്ട അവസ്ഥ. അതായത് ഇതിപ്പോ ഞാൻ CH3 അതേപോലെ തന്നെ കൊടുക്കുകയാണ്. ബാക്കി ഇവിടെ CH2 ഇവിടെ ആരുമില്ല എന്ന് പറയുമ്പോൾ അവിടുത്തെ ഹൈഡ്രജനെ മാറ്റി വേറെ ആരെങ്കിലും അവിടെ വരണം. അപ്പൊ ആ വരുന്നിടം വരെ അവനെ നമ്മൾ ഈഥൈൻ എന്ന് പറയത്തില്ല, ഈഥൈൽ എന്ന് പറയും. അപ്പൊ അതിനെ കണ്ടൻസ്ഡ് ആക്കി എഴുതുമ്പോൾ CH3 CH2 then ഇങ്ങനെ ആയിരിക്കും എഴുതുക. കണ്ടോ? ആൽക്കൈൽ. ഇത് ഈഥൈൽ ഗ്രൂപ്പാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് CH3 CH2 എന്ന് പറയുന്നത് ഈഥൈൽ ഗ്രൂപ്പാണ്. അതിനർത്ഥം ഇവിടെ ഒരു ബോണ്ട് ഉണ്ടെന്നും ആ ബോണ്ടിൽ ആരെങ്കിലും ഒക്കെ വരാൻ വേണ്ടി ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ ഈ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഹൈഡ്രോ കാർബണിൽ നിന്ന് ഒരു ഹൈഡ്രജനെ മാറ്റപ്പെട്ട അവസ്ഥ. എന്തിനു വേണ്ടി മാറ്റപ്പെടുന്നു? ഒന്നെങ്കിൽ ആ ഹൈഡ്രോ കാർബണെ എവിടെയെങ്കിലും കൊണ്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഹൈഡ്രോ കാർബണിൽ വേറെ ആരെങ്കിലും ഒന്ന് ഫിറ്റ് ആവാനായിട്ട്. ഓക്കെ, അപ്പൊ ആ ഫിറ്റ് ആകുന്നിടം വരെയുള്ള ആ ഒരു ഇടയ്ക്കുള്ള ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പം മീഥൈൻ ആണെങ്കിൽ അതിന്റെ ആൽക്കൈൽ ഗ്രൂപ്പ് മീഥൈൽ എന്ന് പറയുന്നു. അതിന്റെ കണ്ടൻസ്ഡ് ഇങ്ങനെയാണ്. ഇതിപ്പം ഇത് CH4 അല്ലേ റെപ്രസെന്റ്, എന്നാൽ ഇത് CH3 എഴുതിയിട്ടൊരു ബോണ്ട് കണ്ടോ, ഇങ്ങനെ വരും. അപ്പം എപ്പോഴും ആലോചിച്ചോണം, ആൽക്കൈൽ ഗ്രൂപ്പും മെയിൻ ഇതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ഈ കണ്ടൻസ്ഡും കൂടെ എഴുതിയിട്ടേക്കണം ഇതിലൂടെ. ഇത് ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണെന്നുള്ളത് കൂടെ എഴുതിയിടണം. ഞാൻ മറ്റേത് ഓൾറെഡി താഴെ എഴുതി വെച്ചിട്ടുണ്ട്. ഡൗട്ട് ഉള്ളത് ചോദിക്കണം. സർ മേലത്തെ ഒന്ന് കാണിക്കൂ. എഴുതിയില്ല എന്നുണ്ടെങ്കിൽ എന്നെ അത് അറിയിക്കണം മസ്റ്റായിട്ട്. ഓക്കെ, എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് നെയിമിങ് തുടങ്ങാം. നെയിമിങ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പഠിപ്പിച്ചോട്ടെ. റെപ്രസെന്റേഷൻ ഒരു ഹെഡിങ് കൊടുത്തു. റെപ്രസെന്റേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. റെപ്രസെന്റേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഓർഗാനിക് കോമ്പൗണ്ട് നമുക്ക് 3 രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഒന്ന് അതിന്റെ സ്ട്രക്ചർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം, ഒന്ന് അതിന്റെ കണ്ടൻസ്ഡ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം, ഒന്ന് അതിന്റെ ബോണ്ട് ലൈൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. നിങ്ങൾക്ക് ബോണ്ട് ലൈൻ പഠിക്കാനില്ലാത്തതുകൊണ്ട് കണ്ടൻസ്ഡും അതേപോലെ അതിന്റെ സ്ട്രക്ചറുമാണ് പറയാൻ പോകുന്നത്. ഇപ്പൊ സിംപിളി പറയുകയാണെങ്കിൽ നോക്കിക്കോളൂ, ഞാൻ ബ്യൂട്ടൈൻ എടുക്കാൻ പോവാണ്. സിംപ്ലി ബ്യൂട്ടൈൻ എടുക്കാൻ പോവാണ്. ഇത് 1-2 എക്സാമ്പിൾ തന്നിട്ട് നമുക്ക് അങ്ങോട്ട് പറയാം. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എന്നാലും ഞാൻ ഒരു ബ്യൂട്ടൈൻ എഴുതുന്നു.
എന്നിട്ട് ബ്യൂട്ടേന്റെ സ്ട്രക്ചറൽ ഫോർമുല അത് ഇങ്ങനെയായിരിക്കും 1 2 3 4 എല്ലാം സിംഗിൾ ബോണ്ട് എയിനാണ് സിംഗിൾ ബോണ്ട് ആണ്. ഇനി ഓരോ കാർബൺ വെച്ചിട്ട് 4 എണ്ണം വരും. കണ്ടോ 4 എണ്ണം വരുന്നു 4 എണ്ണം വരുന്നു. ഓക്കെ ഹൈഡ്രജൻ 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 ഇവിടെയും ഹൈഡ്രജൻ ഇവിടെയും ഹൈഡ്രജൻ 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 നോക്കിയോ. ഇത് അതിന്റെ സ്ട്രക്ചറൽ ഫോർമുലയാണ്. സ്ട്രക്ചറൽ ഫോർമുലയാണ്. സ്ട്രക്ചറൽ ഫോർമുല ഒരു ഫോർമുല കൂടെ പറയാൻ മറന്നുപോയി. സ്ട്രക്ചറൽ ഫോർമുല ബോണ്ട് ലൈൻ അല്ലാതെ ഒരെണ്ണം കൂടെ പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് മോളിക്കുലാർ ഫോർമുല അത് പഠിക്കാനുണ്ട്. ഓക്കെ ഇത് അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല. ഇതിനെ ചുരുക്കി എഴുതുന്നത് കണ്ടൻസ്ഡ് ഫോർമുല. എന്താ അറിയോ, ഒരു കാർബണിന് ചുറ്റിനും എത്ര ഉണ്ടെന്നുള്ള കാര്യം എഴുതുക. ഇപ്പൊ ഇത് സി, ഇതിന് ചുറ്റിനും 3 ഹൈഡ്രജൻ, അപ്പം ഇത് CH3 എന്ന് എഴുതാം. ഈ ബോണ്ട് അതേപോലെ തന്നെ സിംഗിൾ ബോണ്ട് ഇട്ടു. വീണ്ടും ഈ കാർബണിന് ചുറ്റും രണ്ട് ഹൈഡ്രജൻ, അപ്പൊ CH2 വീണ്ടും ബോണ്ട്, വീണ്ടും CH2 വീണ്ടും ബോണ്ട്, വീണ്ടും CH3 കണ്ടോ. ഇതാണ് അതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല. കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറയും. പിന്നെ ബോണ്ട് ലൈൻ ഫോർമുല അല്ലാതെ ഒരു ഫോർമുലയും കൂടെ ഉണ്ട്. അതിനെ നമ്മൾ മോളിക്കുലാർ ഫോർമുല എന്ന് പറയും. മോളിക്കുലാർ ഫോർമുല എന്ന് പറയും. ഈ മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ, ടോട്ടൽ എഴുതുന്നത് എത്ര കാർബൺ ഉണ്ട് എത്ര ഹൈഡ്രജൻ ഉണ്ടെന്ന് എടുത്ത് എഴുതുന്നതിനാണ്. ഇപ്പൊ ഇവിടെ നോക്കി, ഇവിടെ 1 2 3 4 കാർബൺ C4. ഇത് നമ്മൾ പഠിച്ചാവണം ഓൾറെഡി. എന്നാലും അത് സെപ്പറേറ്റ് ചെയ്ത് എന്തൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, പക്ഷെ നമ്മൾ എഴുതിയില്ല. അപ്പം ഇത് കാർബൺ 1 2 3 4 കാർബൺ, അതേപോലെ 3 5 7 7 3 10 H10 കണ്ടോ. ഇതാണ് അതിന്റെ മോളിക്കുലാർ ഫോർമുല. ഇതതിന്റെ സ്ട്രക്ചറൽ ഫോർമുല, ഇതതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല, ഇതതിന്റെ മോളിക്കുലാർ ഫോർമുല. അപ്പൊ ഏതൊരു കോമ്പൗണ്ട് തന്നാലും ഏത് രീതിയിൽ തന്നാലും നിങ്ങളത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ 3 രീതിയിലും പഠിപ്പിച്ചു തന്നത്. ബോണ്ട് ലൈൻ പഠിക്കേണ്ട, മറന്നുകളെ. ബോണ്ട് ലൈൻ പഠിക്കേണ്ട ഒരാളുണ്ട്, ബെൻസീൻ. ആ ബെൻസീന്റെ ബോണ്ട് ലൈൻ മാത്രം പഠിക്കുക. ഞാൻ വേറൊരു കോമ്പൗണ്ടും കൂടെ തരാം. ഇത് എഴുതിക്കോ. അതുകൂടെ എഴുതി കഴിഞ്ഞ് നമുക്ക് നിർത്താം. നമുക്ക് അതും 2 കോമ്പൗണ്ടും കൂടെ എഴുതാമേ. എന്നിട്ട് നെയിമിങ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ഇത് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുലയും ഇതും കൂടെ തരാം. ഹെക്സൈൻ എഴുതാം. ഹെക്സൈൻ എങ്ങനെ വേണം എഴുതാം. ഹെക്സൈൻ എഴുതുമ്പോൾ 1 2 3 4 5 6 എല്ലാം സിംഗിൾ ബോണ്ട്, ബാക്കിയുള്ള എല്ലാം ഹൈഡ്രജൻ ഇടുക. അപ്പം ഇത് അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല. നിങ്ങളത് വൃത്തിക്ക് വരയ്ക്കണം, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കുന്നില്ല. സ്ട്രക്ചറൽ ഫോർമുല. ഓക്കെ, കണ്ടൻസ്ഡ് വരുമ്പോൾ അത് CH3 CH2 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 CH 1 2 3 4 5 CH3 കണ്ടോ, ഇങ്ങനെ വരും. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നതിനിടയ്ക്ക് ബോണ്ട് ഇട്ടില്ലേ എന്ന് പറയുമ്പോൾ ബോണ്ട് ഇട്ടാലും ഇട്ടില്ലേലും കുഴപ്പമില്ല കേട്ടോ, അത് സീനില്ല. ഇതിനിടയിലുള്ള ഇങ്ങനെ എഴുതുമ്പോൾ ഇതിന് ബോണ്ട് ഇട്ടാലും ഇട്ടില്ലേലും കുഴപ്പമില്ല, ബോണ്ട് ഉണ്ടെന്ന് തന്നെ അർത്ഥം.
ഓക്കെ, ഇത് ഇതിന്റെ എന്താണ് കണ്ടൻസ്ഡ് ആണ്. അതേപോലെ തന്നെ ഇതിന്റെ സ്ട്രക്ചർ അല്ല അതിന്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 C6H14 ആണ്. ഓക്കെ, അപ്പൊ ഇത് അതിന്റെ മോളിക്കുലാർ ഫോർമുലയാണ്. മോളിക്കുലാർ ഫോർമുലയാണ്. അപ്പൊ ഇത്രയുമേ ഞാൻ ഇന്ന് പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. ഇത്ര എഴുതി കഴിഞ്ഞിട്ട് എല്ലാവർക്കും ലെഫ്റ്റ് ആവാം. Thank you, sir. Thank you.